Hello everyone, welcome to Nanan Academy. ഡിസംബർ 6 PSC നടത്തിയ വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ആദ്യത്തെ ചോദ്യം, ഉർവശി ഭട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉർവശി ഭട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, ഇന്ത്യ വിഭജനം. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരെല്ലാം? ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ജോർജ് യൂൾ, ആനന്ദ മോഹൻ ബോസ്, മഹാത്മാഗാന്ധി, നെൽസൺ ഗുപ്ത. ഇവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുള്ളവർ ആരെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇവർ 4 പേരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുള്ളവരാണ്. മൂന്നാമത്തെ ചോദ്യം, 1847 ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ദിനപത്രം അല്ലെങ്കിൽ പത്രങ്ങൾ ഏതെല്ലാമാണ്? 1847 ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ദിനപത്രങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ് വന്നിരിക്കുന്നത് പശ്ചിമോദയം, ദീപിക, ലീഡർ, രാജ്യസമാചാരം. ഇതിൽ 1847 ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച പത്രങ്ങൾ പശ്ചിമോദയം, രാജ്യസമാചാരം. ഉത്തരം ഓപ്ഷൻ എ 1, 4. നാലാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി ഓപ്ഷൻ ബി, MR രാഘവ വാര്യർ. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ? താഴെ പറയുന്നതിലെ ശരിയായ ജോഡികൾ ഓപ്ഷൻ എ, ബിൽഹന വിക്രമാംഗ ദേവചരിതം. മൂന്നാമത്തെ ഓപ്ഷനും ശരിയാണ്, അതുല്ല മൂഷകവംശ മഹാകാവ്യം. ശരിയായ ജോഡികൾ ഈ രണ്ടെണ്ണമാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1, 3. ഓപ്ഷൻ എ 1, 3. ആറാമത്തെ ചോദ്യം, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഏഴാമത്തെ ചോദ്യം, ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണിവ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അഥവാ അടുത്തടുത്ത് സ്ഥിതി ചെയ്താൽ അത് ചെങ്കുത്തായ ചെരിവിനെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്, ഒരു കുന്നിനെ പ്രതിനിധീകരിക്കുന്ന കോണ്ടൂർ രേഖകളിൽ ഉള്ളിലേക്ക് പോകുന്തോറും അവയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ശരിയായവ ഏതെല്ലാമാണ്? ശരിയായവ സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നിവ മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് ഉത്തരം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കോണ്ടൂർ രേഖകൾ ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ്. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചെരിവിനെ സൂചിപ്പിക്കുന്നു. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റാണ്. എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. ഭൂപ്രകൃതി വിഭാഗങ്ങളെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ, മലനാട്, ഇടനാട്, തീരപ്രദേശം.
9ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന എ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖമാണ് മുംബൈ. സ്റ്റേറ്റ്മെൻറ്റ് ബി, ഒരു നദീജന്യ തുറമുഖത്തിന് ഉദാഹരണമാണ് കൊൽക്കത്ത. സി, ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിശാഖപട്ടണമാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഡി, ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കണ്ട്ല. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന തുറമുഖമാണ് കണ്ട്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 10ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? സ്റ്റേറ്റ്മെൻറ്റ് എ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. സ്റ്റേറ്റ്മെൻറ്റ് ബി, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് സി, കിഴക്കൻ തീര സമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീര സമതലത്തിന് വീതി കൂടുതലാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഡി, ഹിമാലയത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ് സിവാലിക്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും വിളകളെയും ശരിയായി യോജിപ്പിക്കുക. ഖാരിഫ്, നെല്ല്, ചോളം. റാബി വിളകൾ ഗോതമ്പ്, ബാർലിയാണ്. സെയ്ത് വിളകൾ തണ്ണിമത്തൻ, പച്ചക്കറികളാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഖാരിഫ്, നെല്ല്, ചോളം. റാബി വിളകളായിട്ടുള്ളത് ഗോതമ്പ്, ബാർലി. സെയ്ത് വിളകൾ തണ്ണിമത്തൻ, പച്ചക്കറികൾ. ഓപ്ഷൻ എ ആണ് 11ൻ്റെ ആൻസർ. 12ാമത്തെ ചോദ്യം, ISROയുടെ ആദിത്യ L1 ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം? ആദ്യത്തെ പ്രസ്താവന, ഇത് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ദൗത്യമാണ്. രണ്ടാമത്തെ പ്രസ്താവന, 2023 സെപ്റ്റംബർ 2 PSLV C-57 ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന, സൂര്യൻ്റെ അടുത്തുള്ള L4 ലാഗ്രാഞ്ച് പോയിന്റിലാണ് ഉപഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളിൽ ആദിത്യ L1 ദൗത്യത്തെക്കുറിച്ച് പറയുന്നതിൽ തെറ്റായവ, ഇതിൽ തെറ്റുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ബാക്കി 2 പ്രസ്താവനകളും ശരിയാണ്. സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ദൗത്യമാണ്. 2023 സെപ്റ്റംബർ 2 PSLV C-57 ഉപയോഗിച്ചാണ് അത് വിക്ഷേപിച്ചത്. ഇത് രണ്ടും ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 13ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് വില്യം ഗൗഡർ, ഓപ്ഷൻ ബി നോർമൻ ബോർലോഗ്, ഓപ്ഷൻ സി ഡോക്ടർ MS സ്വാമിനാഥൻ, ഓപ്ഷൻ ഡി ഡോക്ടർ ഗ്രീൻ ഡാൾട്ടൺ. ഇതിൽ ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ ഗ്രീൻ ഡാൾട്ടൺ ആണ്. 14ാമത്തെ ചോദ്യം, ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ഓപ്ഷൻ ബി ധനകാര്യ മന്ത്രാലയമാണ്. ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ധനകാര്യ മന്ത്രാലയം. 15ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത് ഏത്? പ്രസ്താവന 1 അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. പ്രസ്താവന 2 രാസവളങ്ങളും കീടനാശിനികളും. പ്രസ്താവന 3 ദരിദ്ര കർഷകർ, ധനിക കർഷകർ എന്നിങ്ങനെയുള്ള അന്തരം ഇല്ലാതായി. ഇതിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രസ്താവന ഏതാണ്? ശരിയായത് ഏതാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളും കീടനാശിനികളും. ഇതാണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ബി ആണ് ആൻസർ. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 കറക്റ്റാണ്.
16ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ആസ്ഥാനം. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ ബി ഡൽഹി. 17ാമത്തെ ചോദ്യം, അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കേന്ദ്ര ബജറ്റ് 2023-24 ബന്ധപ്പെട്ടതാണ് അമൃതകാലം. 18ാമത്തെ ചോദ്യം, അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെസ്ല എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി വൈദ്യുത കാർ നിർമ്മാണം. വൈദ്യുത കാർ നിർമ്മാണം. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയല്ലാത്തത് ഏത്? സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് 1928 മോത്തിലാൽ നെഹ്റുവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും ഇന്ത്യക്കായി ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി. രണ്ടാമത്തെ പ്രസ്താവന, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി വിദേശ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും ആശയങ്ങൾ കടമെടുക്കുകയും അത് അതേപടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. മൂന്നാമത്തെ പ്രസ്താവന, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി 26 ജനുവരി 1950 ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചു. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് 1946 ഡിസംബറിൽ നടന്നു. ഇതിൽ താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 3ഉം. ഇരുപതാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയുടെ രാഷ്ട്രതലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. ഇന്ത്യയുടെ രാഷ്ട്രതലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. 21ാമത്തെ ചോദ്യം, 1955 ഇന്ത്യൻ പൗരത്വ നിയമമനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരൻ്റെ ഇന്ത്യക്കാരി അല്ലാത്ത ഭാര്യയ്ക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 20 ഉൾപ്പെടാത്ത വസ്തുതകൾ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നിയമലംഘനത്തിനല്ലാതെ ഒരാളെയും ശിക്ഷിക്കരുത്. ബി നിയമ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത്. ഓപ്ഷൻ സി നിയമത്തിൽ പറയുന്നതിനേക്കാൾ വലിയ ശിക്ഷ നൽകരുത്. ഓപ്ഷൻ ഡി ഒരു നിയമലംഘനത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കരുത്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 20 ഉൾപ്പെടാത്ത വസ്തുത ഏതാണ്? ഓപ്ഷൻ ബി നിയമ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യവും ഹനിക്കരുത്. 23ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? ആദ്യത്തെ പ്രസ്താവന, ലോകസഭയുടെ കാലാവധി 6 വർഷത്തിൽ നിന്ന് 5 വർഷമാക്കി മാറ്റിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. രണ്ടാമത്തെ പ്രസ്താവന, 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശമല്ലാതാക്കി തീർത്തു. മൂന്നാമത്തെ പ്രസ്താവന, 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. നാലാമത്തെ പ്രസ്താവന, 42ാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ, 1 മാത്രം. ബാക്കിയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്.
24-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? മൗലിക കടമകളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഒന്നാമത്തെ പ്രസ്താവന, മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിലെ ഭരണഘടനയിൽ നിന്നും മാതൃകയായി സ്വീകരിച്ചതാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 10 മൗലിക കടമകളാണ് ഉള്ളത്. മൂന്നാമത്തെ പ്രസ്താവന, മൗലിക കടമകളിൽ തുല്യമായ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യവേതനം ഉറപ്പു നൽകുന്നു. നാലാമത്തെ പ്രസ്താവന, മൗലിക കടമകൾ അനുച്ഛേദം 51A ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ് എന്നതാണ് ചോദ്യം. ഇതിൽ തെറ്റായത് 2ഉം 3ഉം ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 3ഉം തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 25-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ 7 ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണ്? പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണ്? ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉം മാത്രം. 1984 തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു. 4ാമത്തെ പോയിന്റ്, പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. ഇത് രണ്ടുമാണ് പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള വസ്തുതകൾ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ആൻസർ. 26-ാമത്തെ ചോദ്യം, 2023 19 കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 153 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ല് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ജൻ വിശ്വാസ് ബില്ല്. എന്താണ് ജൻ വിശ്വാസ് ബില്ല്? 2023 19 കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 153 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ല് ജൻ വിശ്വാസ് ബില്ല്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 27-ാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൽ രാജ്യസഭയുടെയും ലോകസഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വിവരങ്ങൾ ഏത്? പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതൊരു ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആണ്, പിന്നെ ഡിസ്കസ് ചെയ്യാം. 28-ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ, മിത്ര 151 എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ സുരക്ഷ ഒരുക്കുന്നു. ഓപ്ഷൻ ബി, യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. ഓപ്ഷൻ സി, വനമിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ഇതിൽ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. 29-ാമത്തെ ചോദ്യം, കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ് ആൻസർ. പ്രസ്താവന 2ഉം 4ഉം. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ല. തണ്ണീർത്തടം എന്നതിൽ മനുഷ്യനിർമ്മിത ജലസേചന പദ്ധതികൾ ഉൾപ്പെടുന്നു. തണ്ണീർത്തടം എന്നതിൽ മനുഷ്യനിർമ്മിത കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്നു എന്നുള്ളത് തെറ്റായ പ്രസ്താവനകളാണ്. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ്. 30-ാമത്തെ ചോദ്യം, ദേശീയ മഹാത്മാഗാന്ധി
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ പേര്. ഓപ്ഷൻ ബി കേരള ട്രൈബൽ പ്ലസ്. 30ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 31ാമത്തെ ചോദ്യം. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്. ഓപ്ഷൻ ബി കൂട്ട്. 32ാമത്തെ ചോദ്യം. അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആൻറ്റിബോഡി ഏതാണ്? അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആൻറ്റിബോഡി. ഓപ്ഷൻ ബി IgM. 33ാമത്തെ ചോദ്യം. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ എ ജൈവവൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുന്നു. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൈവവൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുന്നു. 34ാമത്തെ ചോദ്യം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ സന്ധികളിലെ കാർട്ടിലേജ് നശിക്കൽ. സന്ധികളിലെ കാർട്ടിലേജ് നശിക്കൽ അതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. 35ാമത്തെ ചോദ്യം. ഒനോതെറ ലാമാർക്കിയാന. ഒനോതെറ ലാമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ലാമാർക്ക് സിദ്ധാന്തം, മെൻഡലേയൻ സിദ്ധാന്തം, മ്യൂട്ടേഷൻ സിദ്ധാന്തം, നാച്ചുറൽ സിദ്ധാന്തം. ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് ഒനോതെറ ലാമാർക്കിയാന? ഉത്തരം ഓപ്ഷൻ സി മ്യൂട്ടേഷൻ സിദ്ധാന്തം. 36ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? 36 ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത് PMJ. 37ാമത്തെ ചോദ്യം. അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം ഏതാണ്? ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം സി അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ്. 38ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഓപ്ഷൻ ബി. 39ാമത്തെ ചോദ്യം. അൾട്രാ വയലറ്റ് രശ്മികൾക്ക് ഇൻഫ്രാറെഡ് വികിരണങ്ങളെക്കാൾ കൂടുതൽ ഊർജ്ജമുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 2. എക്സ്റേക്ക് ഗാമ വികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾക്ക് യോജിച്ചത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1ഉം 2ഉം ശരിയാണ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് എന്നുള്ളതാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾക്ക് യോജിച്ചത്. 40ാമത്തെ ചോദ്യം. ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജം 200 കിലോവാട്ട് ആണെങ്കിൽ ആകെ ഊർജത്തിൻ്റെ അളവ് ജൂളിൽ എത്രയാണ്? ആകെ ഊർജത്തിൻ്റെ അളവ് ജൂളിൽ ഓപ്ഷൻ എ ആണ്. 41ാമത്തെ ചോദ്യം. 2024 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? 2024 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ഓപ്ഷൻ ബി നിഹോൺ ഹിഡാൻ ക്യോ എന്ന സംഘടനയാണ് സമാധാനത്തിനുള്ള 2024 നൊബേൽ പുരസ്കാരം നേടിയത്. 42ാമത്തെ ചോദ്യം. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം.
1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം. ഓപ്ഷൻ സി മോളാരിറ്റി. 43-ാമത്തെ ചോദ്യം. ഒരു അക്വേറിയത്തിൻ്റെ ചോട്ടിൽ നിന്നും ഉയരുന്ന വായുകുമിളകളുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ചാൾസ് നിയമം, ബോയിൽ നിയമം, അവോഗാഡ്രോ നിയമം, ഗെ-ലുസാക്ക് നിയമം. ഇതിൽ ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ് അക്വേറിയത്തിൻ്റെ ചോട്ടിൽ നിന്നും ഉയരുന്ന വായുകുമിളകളുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടുന്നു എന്നുള്ളത്? ഓപ്ഷൻ ബി ബോയിൽ നിയമം. 44-ാമത്തെ ചോദ്യം. പാലിനാണോ തൈരിനാണോ pH മൂല്യം കൂടുതൽ? ഓപ്ഷൻ എ പാലിനാണ് pH മൂല്യം കൂടുതലുള്ളത്. 45. ഗ്രാഫീൻ എന്താണ്? ഗ്രാഫീൻ ഓപ്ഷൻ ഡി കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ്. ഗ്രാഫീൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, കാർബണിൻ്റെ ഒരു അലോട്രോപ്പ്. 46-ാമത്തെ ചോദ്യം. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എപ്പോൾ എവിടെയാണ് നടന്നത്? ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എപ്പോൾ എവിടെയാണ് നടന്നത്? ഓപ്ഷൻ എ 1975 ഇംഗ്ലണ്ടിൽ. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് 1975 ഇംഗ്ലണ്ടിലാണ് നടന്നത്. 47-ാമത്തെ ചോദ്യം. താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു. നാലാമത്തെ മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ആൻസർ, എല്ലാം ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് കുറിച്യ കലാപം, വൈക്കം സത്യാഗ്രഹം, പഴശ്ശികലാപം, ക്ഷേത്രപ്രവേശന വിളംബരം. ഇതിൽ ആദ്യം സംഭവിച്ചത് ഓപ്ഷൻ സി പഴശ്ശികലാപം. 49-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. പ്രസ്താവന 2025 ONV പുരസ്കാരം കവി N പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. രണ്ടാമത്തെ പ്രസ്താവന 2025 ഇൻ്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖാണ്. മൂന്നാമത്തെ പ്രസ്താവന 2024 മാതൃഭൂമി ലിറ്റററി അവാർഡ് KR മീരയ്ക്കാണ് ലഭിച്ചത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 2024 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ഈ പറഞ്ഞതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? 49-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം, ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. 2025 ONV പുരസ്കാരം ലഭിച്ചത് കവി N പ്രഭാവർമ്മയ്ക്ക്. 2025 ഇൻ്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 50-ാമത്തെ ചോദ്യം. കാർബൺ ന്യൂട്രൽ വിഷേഷ് ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് ഏത്? കാർബൺ ന്യൂട്രൽ വിഷേഷ് ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ പഞ്ചായത്ത് ഓപ്ഷൻ എ വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. ഇനി ഉള്ളത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അറുപത്തൊന്നാമത്തെ ചോദ്യം. ക്ലാസ് സി ഫയറുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ക്ലാസ് സി ഫയറുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഓപ്ഷൻ ബി ആണ് ശരിയായത്. ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ക്ലാസ് സി ഫയറുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. 62-ാമത്തെ ചോദ്യം. ജ്വലനത്തിനടിസ്ഥാനമായ ഘടകങ്ങളെ ആസ്പദമാക്കി അഗ്നിശമനം നടത്തുന്നതിനായുള്ള വിവിധ മാർഗങ്ങളിൽ ശരിയായത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് കൂളിംഗ്, സ്മൂത്തറിങ്, സ്റ്റാർവേഷൻ. ഇതിൽ
ജ്വലനത്തിന് അടിസ്ഥാനമായ ഘടകങ്ങളെ ആസ്പദമാക്കി അഗ്നിശമനം നടത്തുന്നതിനായുള്ള വിവിധ മാർഗങ്ങളിൽ ശരിയായത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 62 ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 63ാമത്തെ ചോദ്യം, തീയുടെ വ്യാപനത്തിന് ആവശ്യമായ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഉൾപ്പെടാത്തത് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ചെയിൻ റിയാക്ഷൻ, ഓക്സിജൻ, ഇന്ധനം. ഇതിൽ തീയുടെ വ്യാപനത്തിന് ആവശ്യമായ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഇതൊന്നുമല്ല. 64ാമത്തെ ചോദ്യം, ഒരു വസ്തു ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ എന്തു പറയുന്നു? ഒരു വസ്തു ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ തന്നെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ വിളിക്കുന്നത് ഓപ്ഷൻ എ ജ്വലനോഷ്മാവ് അഥവാ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്നാണ്. 65ാമത്തെ ചോദ്യം, യൂണിറ്റ് മാസുള്ള ഒരു വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനാവശ്യമായ താപമാണ് ഓപ്ഷൻ സി ദ്രവീകരണ ലീനതാപം. 66ാമത്തെ ചോദ്യം, ഉത്പാദനം അഥവാ സബ്ലിമേഷൻ എന്ന പ്രക്രിയ താഴെ പറയുന്ന ഏത് ഖരപദാർത്ഥത്തിൽ ആണ് സംഭവിക്കാത്തത്? ഉൽപാദനം എന്ന പ്രക്രിയ താഴെ പറയുന്ന ഏത് ഖരപദാർത്ഥത്തിലാണ് സംഭവിക്കാത്തത്? ഓപ്ഷൻ ഡി സോഡിയം ക്ലോറൈഡാണ് ആൻസർ. 67ാമത്തെ ചോദ്യം, ചുവടെ ചേർക്കുന്നവയിൽ ദ്രവണാങ്കം അഥവാ മെൽറ്റിംഗ് പോയിൻ്റ് ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ടങ്സ്റ്റൺ. 68ാമത്തെ ചോദ്യം, ലിക്വിഡ് പെട്രോളിയം ഗ്യാസിന് നൽകിയിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. UN നമ്പർ 1075 1075. 69ാമത്തെ ചോദ്യം, അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് മാഗ്നീഷ്യം സ്റ്റീറേറ്റ്, സോഡിയം ക്ലോറൈഡ്, ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റ്. ഇതിൽ ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണെന്നാണ് ചോദ്യം. അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം. ഉത്തരം ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. കാരണം ഇതെല്ലാം ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടുന്നതാണ്. ഉൾപ്പെടാത്ത ഘടകമാണ് ചോദിച്ചിട്ടുള്ളത്. 70ാമത്തെ ചോദ്യം, ദുരന്ത അപകട സാഹചര്യങ്ങളിൽ വ്യക്തികളുടെ പരിക്കിൻ്റെ തീവ്രതയെയും നൽകേണ്ട ചികിത്സയെയും അടിസ്ഥാനമാക്കി അപകടത്തിൽപ്പെട്ടവരെ തരംതിരിക്കുന്നതിന് എന്ത് പറയുന്നു? ഉത്തരം ട്രയേജ്. 70ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ട്രയേജ്. 71ാമത്തെ ചോദ്യം, CPRൻ്റെ പൂർണ്ണരൂപം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. 72ാമത്തെ ചോദ്യം, ശരീരത്തിലെ അസ്ഥി പൊട്ടി അതിൻ്റെ ഭാഗങ്ങൾ ശരീരകലകളെയും ത്വക്കിനെയും തുളച്ച് മുറിവുണ്ടാക്കി പുറത്തു വരുന്ന തരത്തിലുള്ള അസ്ഥിഭംഗത്തെ വിളിക്കുന്നത്? ഓപ്ഷൻ സി കോമ്പൗണ്ട് ഫ്രാക്ചർ. ശരീരത്തിലെ അസ്ഥി പൊട്ടി അതിൻ്റെ ഭാഗങ്ങൾ ശരീരകലകളെയും ത്വക്കിനെയും തുളച്ച് മുറിവുണ്ടാക്കി പുറത്തു വരുന്ന തരത്തിലുള്ള അസ്ഥിഭംഗത്തെ വിളിക്കുന്നത് കോമ്പൗണ്ട് ഫ്രാക്ചർ. 73ാമത്തെ ചോദ്യം, പൊള്ളലേറ്റ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ആദ്യത്തെ പ്രസ്താവന, ബോധമുള്ള വ്യക്തിയാണെങ്കിൽ കുടിക്കുവാനായി ധാരാളം ജലം കൊടുക്കുക. രണ്ടാമത്തെ പ്രസ്താവന, പൊള്ളലേറ്റ ഭാഗം സാധാരണ ജലത്തിൽ കഴുകുക. മൂന്നാമത്തെ പ്രസ്താവന, പൊള്ളലേറ്റ ഭാഗത്ത് ലോഷൻ, ഡെറ്റോൾ എന്നിവ ഉപയോഗിക്കുക. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉൾപ്പെടാത്തത്. പൊള്ളലേറ്റ ഭാഗത്ത് ലോഷൻ, ഡെറ്റോൾ എന്നിവ ഉപയോഗിക്കുന്നത് പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്ത കാര്യമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 74ാമത്തെ ചോദ്യം, പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ആദ്യത്തെ പ്രസ്താവന, അടിയന്തിരമായി ആൻറ്റിവെനം കുത്തിവെക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക. രണ്ടാമത്തെ പ്രസ്താവന, കടിയേറ്റ ഭാഗം ഹൃദയനിരപ്പിൽ നിന്നും താഴ്ത്തി വയ്ക്കുക. മൂന്നാമത്തെ പ്രസ്താവന, നടക്കാൻ അനുവദിക്കാതിരിക്കുക. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ
പാമ്പുകടി ഏറ്റ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതൊന്നുമല്ല. ഇതെല്ലാം ഉൾപ്പെട്ടതാണ് പ്രഥമ ശുശ്രൂഷയിൽ. 75-ാമത്തെ ചോദ്യം. ഒരു വ്യക്തിയുടെ ശ്വാസനാളത്തിൽ പുറമേ നിന്നുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായുസഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്ന അവസ്ഥയെ എന്ത് പറയുന്നു? ഉത്തരം ഓപ്ഷൻ എ ചോക്കിംഗ്. 76-ാമത്തെ ചോദ്യം. IRCSൻ്റെ പൂർണ്ണരൂപം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? IRCSൻ്റെ പൂർണ്ണരൂപം ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. 77-ാമത്തെ ചോദ്യം. അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനായി ചുവടെ ചേർക്കുന്ന ഏതെല്ലാം ധമനികൾ പ്രത്യേക മർദ്ദബിന്ദു അഥവാ പ്രഷർ പോയിന്റ് ആയി കണക്കാക്കുന്നു? 77-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇവയെല്ലാം. 78-ാമത്തെ ക്വസ്റ്റ്യൻ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരം എത്ര അസ്ഥികൾ ചേർന്നതാണ്? ഉത്തരം ഓപ്ഷൻ ബി 206. 29-ാമത്തെ ചോദ്യം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഏതാണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഓപ്ഷൻ ബി KR നാരായണൻ. 80-ാമത്തെ ചോദ്യം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66-ാം വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66-ാം വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ ഓപ്ഷൻ സി 3 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും. ഇനിയുള്ളത് ഇംഗ്ലീഷും മലയാളമാണ്.